നമസ്തേ, സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. തിരുനാവായയിൽ 250 വർഷങ്ങൾക്ക് ശേഷം കേരള കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ മഹോത്സവം നടക്കുകയാണ്. ഇത് വെറും ഒരു ഉത്സവമല്ല, നമ്മുടെ വീരചരിത്രമായ മാമാങ്കത്തിന്റെയും നിലയുടെ പവിത്രതയുടെയും പുനർജന്മമാണ്. ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ പണ്ട് 12 വർഷത്തിലൊരിക്കൽ നിലയുടെ മണപ്പുറത്ത് നടന്നിരുന്ന മഹാമേളയായിരുന്നു മാമാങ്കം. വള്ളുവനാട്ടിലെ രാജാവും കോഴിക്കോട് സാമൂതിരിയും തമ്മിലുള്ള അധികാരത്തിന്റെ പോരാട്ടമായി ഇത് വഴിമാറിയെങ്കിലും ഇന്ന് ഈ മണപ്പുറത്ത് ഭക്തിയുടെയും സമാധാനത്തിന്റെയും മന്ത്രങ്ങൾ മുഴങ്ങുകയാണ്. 1766 നിന്നുപോയ ഈ പാരമ്പര്യം വർഷങ്ങൾക്കു ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് നിലയുടെ തീരത്ത് തന്നെ നടക്കുന്നു എന്തെന്നാൽ, ഐതിഹ്യങ്ങൾ പ്രകാരം ബ്രഹ്മദേവൻ യാഗം നടത്തിയ ഭൂമിയാണ് തിരുനാവായ. മാഘമാസത്തിൽ ഗംഗ ഉൾപ്പെടെയുള്ള ഭാരതത്തിലെ 7 പുണ്യനദികൾ ഭാരതപ്പുഴ അഥവാ നിലയിൽ സംഗമിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ സമയം നിലയിൽ മുങ്ങിക്കുളിക്കുന്നത് കാശിയിലെ ഗംഗാ സ്നാനത്തിന് തുല്യമായി കണക്കാക്കുന്നു. അങ്ങനെ ഗംഗയെ പോലെ പാപശുദ്ധിയും ആത്മശുദ്ധിയും പിതൃകൃപയും നൽകുന്നതിനാൽ നിലയെ ദക്ഷിണ ഗംഗ എന്നും അറിയപ്പെടുന്നു. നിലയുടെ വടക്കേക്കര അതായത് തിരുനാവായയിൽ നാവാമുകുന്ദൻ അഥവാ വിഷ്ണു ക്ഷേത്രവും, തെക്കേക്കര അഥവാ തവനൂരിൽ ബ്രഹ്മാവും ശിവനും കുടികൊള്ളുന്നു. ഈ പ്രദേശം ത്രിമൂർത്തികളുടെ സംഗമസ്ഥാനമായി അറിയപ്പെടുന്നു. ക്ഷേത്ര ദർശനത്തിന് മുൻപായി ഭാരതപ്പുഴയിൽ പുണ്യസ്നാനം ചെയ്യാവുന്നതാണ്. ഇതിനെ നീലാസ്നാനം എന്നും അറിയപ്പെടുന്നു. പുണ്യസ്നാനം ചെയ്യുമ്പോൾ ജപിക്കാവുന്ന പുണ്യസ്നാന മന്ത്രം നമ്മുടെ സന്ധ്യാദീപം ചാനലിൽ ലഭ്യമാണ്. കാണാത്തവർക്ക് താഴെ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കൂടി കാണാവുന്നതാണ്. മാമാങ്കം നടന്ന അതേ ചരിത്രഭൂമിയിൽ നിലനിൽക്കുന്ന നാവാമുകുന്ദനെയാണ് അടുത്തത് തൊഴേണ്ടത്. ശേഷം തവനൂർ ബ്രഹ്മക്ഷേത്രവും ശിവക്ഷേത്രവും സന്ദർശിക്കണം. പകൽ സമയത്ത് മേളയിലെ യജ്ഞശാലയിൽ നടക്കുന്ന യജ്ഞങ്ങളിലും ഹോമങ്ങളിലും പങ്കെടുക്കാം. വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാരുടെ സത്സംഗം കേൾക്കാവുന്നതാണ്. വൈകുന്നേരം 7 മണിയോടെ നടക്കുന്ന നില ആരതി കണ്ടുവേണം ദർശനം പൂർത്തിയാക്കാൻ. ഭാരതപ്പുഴയുടെ തീരത്ത് സന്ധ്യാനേരത്ത് മുഴങ്ങുന്ന ശംഖനാദവും ദീപക്കാഴ്ചകളും മന്ത്രജപങ്ങളും വളരെ ആത്മീയമായ ഒരു അനുഭൂതി തന്നെ തരും. അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. ജനുവരി 19 ആരംഭിച്ച ഈ ഒരു കുംഭമേള ഫെബ്രുവരി 3 കൂടിയാണ് അവസാനിക്കുന്നത്. ഇവിടം ദർശിക്കാൻ സാധിച്ചതിൽ ഭഗവാൻ ഒരുപാട് നന്ദി മാത്രം പറയുന്നു. കഴിയുമെങ്കിൽ എല്ലാവരും വന്ന് ഇതിൽ പങ്കുചേരുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി, നമസ്കാരം.